രാത്രി മഴ നന്നായി തന്നെ പെയ്യുന്നുണ്ട്. അതിന്റെ തണുപ്പ് ദേഹത്തേക്ക് അരിച്ചിറങ്ങി തുടങ്ങിയതും അവൾ ഒന്നുകൂടി കൂനി കിടന്നു. അവൾക്കരികിൽ ഭിത്തിയോട് ചേർന്ന് തന്നെ കുഞ്ഞും ഉറങ്ങുന്നുണ്ട്. പെരുവിരൽ വായിലേക്ക് തിരികെ വെച്ചാണ് ആളുടെ ഉറക്കം. ഒരു ചെറിയ തുണി കൊണ്ട് കഴുത്തുവരെ പുതപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ. നേരം കടന്നു പോകും തോറും തണുപ്പ് ഏറി വന്നു. സമയം ഏകദേശം 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നടുമുറ്റത്ത് അലച്ചു പെയ്യുന്ന മഴയുടെ ചാറ്റൽ അവന്റെ ഉറച്ച ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. തോളൊപ്പം വളർന്നെത്തിയ ചുരുളൻ മുടി അവൻ പുറകിലേക്ക് കെട്ടിയൊതുക്കിയിട്ടുണ്ട്. ഓരോ ചുവട് മുന്നോട്ട് നടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ചുറ്റിനും എന്തോ പരതുന്നുണ്ട്. തനിക്ക് ചുറ്റിനും ആരുടെ കണ്ണുകൾ തന്നെ വീക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ ചാരിക്കിടക്കുന്ന വാതിൽ പാളിയുടെ ഉള്ളിലേക്ക് എത്തി നോക്കി. ആ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കിയതും അവനുള്ളിൽ ഒരു ഇരുട്ടുകാരനൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചുറ്റും ഒന്നുകൂടെ കണ്ണോടിച്ച് പാതി ചാരി ആ വാതിൽ പയ്യെ തുറന്ന് അകത്തേക്ക് കയറി. പുറത്തുനിന്നുള്ള അരണ്ട വെളിച്ചത്തിലും ഇടയ്ക്കിടയ്ക്കുള്ള മിന്നലിന്റെ ചിത്രപ്പണിയിൽ അവൻ കണ്ടു കട്ടിലിൽ കൂനി കിടക്കുന്ന ആ പെൺശരീരം. അവൻ ഉറങ്ങിക്കിടക്കുന്നവളെ മൊത്തമായി ഒന്ന് ഒഴിഞ്ഞു നോക്കി. മുറ്റത്തെ വെള്ളമന്താര പൂക്കൾ അനുസ്മരിപ്പിക്കും വിധമുള്ള അവളുടെ നൈർമല്യം തുളുമ്പുന്ന മുഖം. മിഴികൾ അടഞ്ഞു കിടക്കുമ്പോഴും ആ മുഖത്തെ കാണുമ്പോൾ രാവിന്റെ നിശബ്ദതക്ക് പോലും ഒരു കുനിഞ്ഞ ഭാവം വരുന്നു. ഒടുത്തിരിക്കുന്ന മുണ്ട് നേരിത് മലസമായ ആ മേനിയെ പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. നീണ്ട കേശം തലയിണയ്ക്ക് പിന്നിലേക്ക് ഒഴുകുന്നു, ഒരു നീരുറവ പോലെ. പാതി തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ അകത്തേക്ക് വരുന്ന മന്ദമാരുതൻ മിഴികളടച്ചുറങ്ങുന്നവരുടെ മുഖത്ത് തളിരൊഴുക്കുന്നു. കാതിലെ കിളിക്കൂട് കളപത്തലയിൽ പൊട്ടിച്ചിട്ട പോലെ മിന്നുന്നു. അതിന്റെ സ്വർണ്ണവർണ്ണ ആ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ട്. നിന്നെ മോഹിക്കുന്നതിൽ ആ ഇന്ദ്രനെ കുറ്റം പറയാൻ പറ്റില്ല നീലി. അവനറിയാതെ പറഞ്ഞുപോയി. അവന്റെ കൈകൾ അവളുടെ മുഖത്തിന് നേരെ നീണ്ടു. ശേഷം ആ മുഖത്ത് തൊട്ടില്ലെന്ന പോലെ ഒന്ന് തഴുകി. അവനവളൊരു കഥ പോലെ തോന്നി.